നിനക്ക് ഹോപ്പ് തന്ന ഐവിയുടെ അവസാനത്തെ ലീഫ് ഈസ് ബർഗ്മൻസ് മാസ്റ്റർപീസ്. ദ ബട്ടർഫ്ലൈ ഇഫക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ദ മദർ തെരേസ ഇഫക്റ്റ് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഓ ഹെൻറിയുടെ വളരെ പോപ്പുലറായ ഒരു സ്റ്റോറിയുണ്ട്, ദ ലാസ്റ്റ് ലീഫ്. ദ ലാസ്റ്റ് ലീഫിൽ 2 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് സ്യൂ, ഒന്ന് ജോൺസി. രണ്ടും അസ്പയറിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അവർ ന്യൂയോർക്ക് സിറ്റിയിൽ വന്ന് അവരുടെ കരിയറിനെ കരുപ്പിടിപ്പിക്കാനായിട്ട് നോക്കിയിരിക്കുന്ന കാലമായിരുന്നു അത്. ഇവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇവരുടെ കൂടെ വേറൊരു ഫെയിൽഡ് ആർട്ടിസ്റ്റ്, ഒരു പ്രായമുള്ള ഒരു ആർട്ടിസ്റ്റും താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബർഗ്മൻ എന്നാണ്. കുറച്ചു കാലം മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവിടെ മഞ്ഞ് പൊഴിയുന്ന സമയത്ത് വിൻ്റർ വന്നു കഴിയുമ്പം ജോൺസിക്ക് പെട്ടെന്ന് ന്യൂമോണിയ പിടിപ്പെടുകയും ജോൺസിക്ക് ഉള്ള ചാൻസസ് ഓഫ് സർവൈവൽ വളരെ കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ജോൺസി ഭയങ്കര ഫിലോസോഫിക്കലായി ജോൺസിയുടെ കൂട്ടുകാരിയോട് പറയും, നീ നോക്കി ഈ ജനലിനപ്പുറത്തുള്ള ഐവിയുടെ ആ ലീഫുകൾ പൊഴിഞ്ഞ് എല്ലാം താഴെ വീണ് കഴിയുമ്പം ഞാനും ഈ ലോകത്തോട് വിട പറയും. അപ്പം ജോൺസി അവരുടെ തൊട്ടപ്പുറത്തുള്ള ബർഗ്മൻ എന്ന് പറഞ്ഞ പെയിൻറ്ററിനോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ. അങ്ങനെ അവസാനം എല്ലാ ഇലകളും പൊഴിഞ്ഞ് അവസാനം ഒരു ഇല മാത്രമായി. അപ്പം ജോൺസി സ്യൂവിനെ വിളിച്ച് പറഞ്ഞു, നീ നോക്കിയേ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ലീഫ് ഓൺ ദ ഐവി. ആ സാധനം ഇന്ന് ഈ രാത്രി വീഴും, അതോടെ ഞാനും പൊഴിഞ്ഞു വീഴും. ഉടനെ സ്യൂ പറഞ്ഞു, നോ നോ നോ, അത് വീഴത്തില്ല. യു ഷുഡ് ബി ഓപ്റ്റിമിസ്റ്റിക്, യു ഷുഡ് ഹാവ് ഹോപ്പ് ഇൻ യുവർ ലൈഫ്. അത് പൊഴിഞ്ഞു വീഴത്തില്ല, നീ നോക്കിക്കോ. അടുത്ത ദിവസം രാവിലെ വന്ന് ആദ്യം സ്യൂ നോക്കുന്നത് ഈ അവസാനത്തെ ലീഫ് പൊഴിഞ്ഞു വീണോ എന്നാണ്. അത് പൊഴിഞ്ഞു വീണിട്ടില്ല. അപ്പം കൂട്ടുകാരിയോട് എഴുന്നേപ്പിച്ചിട്ട് പറയും, നീ നോക്കിയേ, നീയല്ലേ പറഞ്ഞേ അത് പൊഴിഞ്ഞു വീഴുമ്പോൾ നീയും കൊഴിഞ്ഞു വീഴുമെന്ന്. അത് കൊഴിഞ്ഞു വീണിട്ടില്ലല്ലോ. അതിനുശേഷം അവരുടെ ഡോക്ടർ അവരെ വിസിറ്റ് ചെയ്യും. അപ്പം ഡോക്ടർ പറയും, ജോൺസിയുടെ നില കുറച്ച് ഭേദമായി വരുന്നുണ്ട്, അവൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഇപ്പം തോന്നുന്നുണ്ട്, അവൾ ഭക്ഷണം അവൾക്ക് അത് കഴിക്കാൻ തുടങ്ങി. സോ സ്ലോലി ഷീ ഈസ് റിക്കവറിങ്. അതിനുശേഷം പോകാൻ നേരം ഡോക്ടർ പറയും, നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളുടെ അപ്പുറത്തെ മുറിയിലുള്ള ബർഗ്മൻ ന്യൂമോണിയ ബാധിതനായി മരിച്ചു. അദ്ദേഹം മരിച്ചു കിടന്നത് പുറത്താണ്, ഗാർഡനിലാണ്. അവിടെ there was a ladder leaning onto the wall and there were his palette and brushes on the floor. ഉടൻ തന്നെ സ്യൂ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഭിത്തിയിലേക്ക് ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലാഡർ കാണാം. ബർഗ്മൻ്റെ പാലറ്റും അദ്ദേഹത്തിൻ്റെ ബ്രഷും ഗ്രൗണ്ടിൽ സ്കാറ്റേർഡായി കിടക്കുന്നു. അപ്പോൾ സ്യൂ പതുക്കെ ലാഡറിൽ കയറി മുകളിലേക്ക് പോയി ആ ഐവിയുടെ ലീഫ് എടുത്തിട്ട് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും, ദാറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ ലീഫ്, ദാറ്റ് ഈസ് എ ക്യാൻവാസ് ലീഫ് പെയിൻറ്റഡ് ബൈ ബർഗ്മൻ. അപ്പോൾ അവൾ ഓടി തിരിച്ച് ജോൺസിയുടെ അരികെ വന്നിട്ട് പറയും, ജോൺസി, നീ എപ്പോഴും അപ്പുറത്തെ ബർഗ്മൻ്റെ പകുതി തുറന്നിട്ട് വാതിൽ തള്ളി തുറന്ന് കളിയാക്കി ചോദിക്കില്ലായിരുന്നു, എന്നാണ് ബർഗ്മനെ താങ്കളുടെ മാസ്റ്റർ പീസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ജോൺസിയെ സ്യൂ ചൂണ്ടിക്കാണിക്കുകയാണ്, നീ ഈ വിൻഡോയിലോട്ട് നോക്കൂ, നീ പുറത്തേക്ക് നോക്കൂ, ആ ഐവിയുടെ, നിനക്ക് ഹോപ്പ് തന്ന ഐവിയുടെ അവസാനത്തെ ലീഫ് ഈസ് ബർഗ്മൻസ് മാസ്റ്റർ പീസ്. ഇതുപോലെ തന്നെ ലൈഫ് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തെ തന്നെ മാസ്റ്റർ പീസാക്കിയ ആൾക്കാരെ നമ്മൾക്ക്, വിശുദ്ധരെ ഒത്തിരി പേരെ നമ്മൾക്കറിയാം. അതുപോലൊരു വിശുദ്ധയാണ് നമ്മളുടെ കൽക്കട്ടയിലെ മദർ തെരേസ. മദർ തെരേസയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ആരാണ്, ഏത് രാജ്യത്തിൽപ്പെട്ടയാളാണ്? ബൈ ബ്ലഡ് ഐ എം ആൻ അൽബേനിയൻ, ബൈ നാഷണാലിറ്റി ആൻ ഇന്ത്യൻ, ബൈ വർക്ക് I belong to the world, by calling, vocation I belong to the world, and by heart I am entirely that of my Christ. മദർ തെരേസ ആദ്യമായി കൽക്കട്ടയിൽ വന്ന് ഒരു സ്ട്രീറ്റിൽ ചെറിയ ഒരു ഓർഫനേജ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് മദറിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റീസോഴ്സസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അവർക്ക് ഒരു ദിവസം പോലും അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഭക്ഷണം പോലും മര്യാദയ്ക്ക് നൽകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പവർട്ടിയിലൂടെ കടന്നുപോയ കാലഘട്ടമാണത്. അപ്പോൾ ഒരു ദിവസം മദറിന് അറിയത്തില്ല എന്ത് ചെയ്യും. കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ പോലും ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത്
മദർ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ വാ, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്നിട്ട് ലെറ്റ്സ് പ്രേ ടു ഗോഡ് ജീസസ് ആൻഡ് ജീസസ് വിൽ ഗീവ് യു യുവർ ഫുഡ് ഫോർ ദ ഡേ. പ്രാർത്ഥിച്ചതിന് ശേഷം മദർ സ്ട്രീറ്റ്സിലേക്ക് ഇറങ്ങുവാണ് കൽക്കട്ടയിലെ. അപ്പം മദറിൻ്റെ ഈ ഓർഫൻസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന സ്ഥലം, അന്ന് വാടകയ്ക്കെടുത്ത ആ ചെറിയ സ്ഥലം ഉണ്ടായിരുന്ന അതേ സ്ട്രീറ്റിൽ ഒരു വലിയൊരു വെൻഡർ ഉണ്ടായിരുന്നു, ഈ പ്രൊവിഷൻസും ഒക്കെ വയ്ക്കും. അപ്പോൾ മദർ ആദ്യം 2-3 കുട്ടികളുമായിട്ട് ഈ വെൻഡറിൻ്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് കൈ നീട്ടിയിട്ട്, കാരണം മദറിന് അറിയാമായിരുന്നു ദിസ് വെൻഡർ ഡിഡ് നോട്ട് ലൈക്ക് ഹെർ വെരി മച്ച്. പക്ഷെ മദർ തീരുമാനിച്ചു, ആദ്യം നമ്മൾ മാനേജ്മെൻറ്റിലൊക്കെ പറയുന്ന പോലെ ഡു ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ഫസ്റ്റ്. സോ ആദ്യം അദ്ദേഹത്തിൻ്റെ അരികിൽ പോയി കൈ നീട്ടിയപ്പോൾ അദ്ദേഹം വളരെ അമർഷത്തോടെ മദറിൻ്റെ കയ്യിലേക്ക് തുപ്പി വെച്ചു. മദർ ആ കൈ എടുത്ത് തൻ്റെ സാരിയിൽ തുടച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ദാറ്റ് വാസ് ഫോർ മീ, നൗ ഗിവ് സംതിങ് ഫോർ മൈ ചിൽഡ്രൻ. റോബിൻ ശർമ്മയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കുണ്ട്, ദ മോങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാറി. മദർ ടെരേസയെ കുറിച്ച് പറയുമ്പം നമുക്ക് കോൺഫിഡൻസോടെ പറയാം, ദ മദർ ഹു സോൾഡ് ഹെർ ലിമുസീൻ. ബിക്കോസ് വർഷങ്ങൾക്ക് മുമ്പ് പോപ്പ് മദർ തെരേസയ്ക്ക് ഗിഫ്റ്റായി നൽകിയ ലിമോസീൻ മദർ തെരേസ സെല്ല് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടിയ പണം മുഴുവൻ ഷീ ഹാസ് യൂസ്ഡ് ഫോർ ദ വർക്ക് റിലേറ്റഡ് ടു ലുക്കിംഗ് ആഫ്റ്റർ ദ ലെപ്പേഴ്സ്. ലെപ്രസി പേഷ്യൻസിന് വേണ്ടിയിട്ട് ഉള്ള ചികിത്സയ്ക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിനും വേണ്ടിയിട്ട് ആ ലിമൂസീൻ വിറ്റ് കിട്ടിയ പണം മദർ തെരേസ ഉപയോഗിക്കുകയുണ്ടായി. മദർ തെരേസയുടെ ലൈഫിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം, ലിറ്റിൽ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ആൻഡ് ലവ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എ ഹ്യൂജ് ഇമ്പാക്ട് അക്രോസ് ദ വേൾഡ്. പലപ്പോഴും നമ്മൾ പറയും ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയും. കാരണം ഒരു ഇനീഷ്യൽ ആക്ഷൻ, അതായത് ഒരു ബട്ടർഫ്ലൈയുടെ ചെറിയ വിങ് ഒരു ദിവസം ഡിസ്പ്ലേസ് ചെയ്യുന്ന ആ എയർ വീക്സ് ലേറ്റർ could become a cyclone or a tornado in some other place. So the little acts of kindness that we do is going to snowball and create a huge impact across the world. നമുക്ക് വലിയ കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. We only need to do little things, but little things done with love and kindness.